ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനവും പ്രാർത്ഥനയും, വചനത്തിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓരോ ദിവസവും വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും വേദനകളും ഒക്കെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പറ്റുമെങ്കിൽ ബൈബിളെടുത്ത് ആ വചനം നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഈ വചന ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. രാവിലെ 5:15 മണിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വചനവും പ്രാർത്ഥനയും എത്തും. വചനത്തിൽ അടിസ്ഥാനമിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്കായിട്ട് നൽകപ്പെട്ട വചനം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനം. 4-ാം അധ്യായം 11 ഏറ്റവും അവസാനത്തെ വാചകവും 12-ാം തിരുവചനവും കൂടിയാണ്. അപ്പസ്തോല പ്രവർത്തനം 4:11-12. വചനം ഇങ്ങനെയാണ് പറയുക: മറ്റാരിലും രക്ഷയില്ല. നമുക്കറിയാവുന്ന ഒരു വചനമാണ്. മറ്റാരിലും രക്ഷയില്ല. ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒത്തിരിയേറെ മനുഷ്യർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എഴുന്നേൽക്കുന്നതും ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് ചേർത്ത് വെച്ച് വായിക്കണം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 11 അവസാനവും 12-ാമത്തെ തിരുവചനവും. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന ഒരു വചനം തന്നെയാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുക. മറ്റാരിലും രക്ഷയില്ല. ഈ ലോകത്തെ ഒരു ശക്തിക്കും നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഈ ലോകത്തിലൊരു പ്രത്യയ ശാസ്ത്രത്തിനും ഈ ലോകത്തിലെ ഒരു നൂതന സംവിധാനങ്ങൾക്കും നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് ചിന്തിക്കുക. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഈ വചനമാണ്. നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകണം. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അഭിഷേകവും നമ്മുടെ ജീവിതത്തോട് ചേർന്നുണ്ടാകണം. എന്നാലാണ് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സുവിശേഷ വേലയാണ്. ദൈവം ഏൽപ്പിച്ചൊരു സുവിശേഷ വേലയാണ്. പറ്റാവുന്ന എല്ലാവർക്കും ഈ വചനം എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കണം. പരമാവധി എല്ലാവർക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലും ഇടവകയുടെ ഗ്രൂപ്പുകളിലും ഒക്കെ ഇത് ഷെയർ ചെയ്യാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. ഒറ്റ കാര്യം മനസ്സിരുത്തി ചിന്തിക്കുക: മറ്റാരിലും രക്ഷയില്ല. ഈ ലോകത്ത് നമുക്ക് രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം അത് യേശുവിൻ്റെ നാമം മാത്രമാണ്. വചനം പറയുന്നത് എങ്ങനെയാണ്? അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 11 അവസാനവും 12-ാമത്തെ തിരുവചനവും. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വചനം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുക. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനിലും നമുക്ക് രക്ഷയ്ക്കായി ഒറ്റ നാമമുള്ളൂ. അത് യേശുവിൻ്റെ നാമം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവനാണ് നീയെങ്കിൽ ഈ വചനം ഒന്ന് ചേർത്തിരുത്തി വായിക്കുക. ഈ ലോകത്ത് രക്ഷയ്ക്കായി ഒരേ ഒരു നാമമുള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തെ ചേർത്ത് പിടിച്ചവരാരും ഈ ലോകത്ത് തോറ്റുപോയിട്ടില്ല. പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ യേശുവേ എന്ന് നിലവിളിച്ചവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. മനുഷ്യരുടെ ഇടയിൽ തോറ്റുപോയിട്ടില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. ഈ ലോകത്ത് രക്ഷപ്പെടണോ? നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ രക്ഷപ്പെടണോ? ഒറ്റ കാര്യം ചിന്തിച്ചുകൊള്ളണം. അത് യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷയ്ക്കായി. ആ യേശുവിൻ്റെ നാമത്തെ ചേർത്ത് പിടിച്ച്, ആ വചനത്തിൽ ചേർത്ത് പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് അടയ്ക്കാം. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഇന്ന് കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. യാത്ര ചെയ്യുന്നവരുണ്ട്, ഓരോ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്, ഓരോ ഉദ്യമങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്.
പലവിധ പരീക്ഷകൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. ചില നിയോഗങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന് മുമ്പിലേക്ക് നമുക്കതെല്ലാം ഏൽപ്പിക്കാം. ദൈവമേ, എൻ്റെ ഈ നിയോഗം, എൻ്റെ ഈ പ്രാർത്ഥന, എൻ്റെ ഈ യാത്ര, എൻ്റെ ഈ ആവശ്യം, എൻ്റെ ഈ സങ്കടം നീ ഏറ്റെടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ വേദനകളാൽ, സങ്കടങ്ങളാൽ കലുഷിതമായിരിക്കുന്ന ഈ മക്കളെ, ഇവരുടെ മനസ്സുകളെ നീ ശുദ്ധീകരിക്കണേ, അനുഗ്രഹിക്കണേ, ആശ്വസിപ്പിക്കണേ. ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് പ്രാർത്ഥിക്കുക. മറ്റാരിലും രക്ഷയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒത്തിരിയേറെ രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ വചനദൂത് കേൾക്കുന്ന ഓരോ മക്കളിലും കർത്താവേ, നിൻ്റെ ഈ വചനത്തിന് ശക്തി നീ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റൊരുവനിലും മറ്റാരിലും രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി ഒറ്റ നാമം നൽകിയിട്ടുള്ളൂ. അത് യേശുവിൻ്റെ നാമമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും എൻ്റെ യേശുവിൻ്റെ നാമത്തോട് ചേർന്നിരിക്കാൻ, യേശുവിനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ ദുരിതങ്ങളും വേദനകളും സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ തരുന്നു, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തരുന്നു, ഞങ്ങളുടെ വിഷമങ്ങൾ തരുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങൾ ചേർത്ത് പിടിക്കണേ. ആരോരും ഇല്ലാത്ത ഞങ്ങളുടെ അവസ്ഥകളിൽ, സഹായിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥകളിൽ, ഞങ്ങളുടെ ഒറ്റപ്പെടുന്ന നൊമ്പരങ്ങളിൽ ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ചില ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് അറിയാം കർത്താവേ. രക്ഷയ്ക്കായി നീ കടന്നു വരണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, വേദനകളിൽ കടന്നു വരണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ കടന്നു വരണേ. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് ഈ മക്കളെ വിശദീകരിക്കണേ ഈശോയെ. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ശുശ്രൂഷ, വചനവും പ്രാർത്ഥനയും എന്ന ഈ ശുശ്രൂഷ, നിൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ അഭിഷേകം കൊണ്ട് ഈ ശുശ്രൂഷയെ നീ നിറയ്ക്കണേ കർത്താവേ. നിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. ഇത് കേൾക്കുന്ന ഓരോ മക്കളിലും നിൻ്റെ വചനം ഒത്തിരിയേറെ പ്രശോഭിക്കട്ടെ, വഴിവെളിച്ചമാകി മാറട്ടെ, ഒത്തിരിയേറെ അനുഗ്രഹമുള്ളതായി തീരട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ പ്രാർത്ഥനകളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇത് ഷെയർ ചെയ്യുന്ന ഓരോ മക്കളെയും, സ്റ്റാറ്റസ് ആക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് നീ നിറയ്ക്കണേ കർത്താവേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. കാരുണ്യവാനായ ദൈവമേ, പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിതം മുഴുവൻ പടുത്തുയർത്തുവാൻ എന്തെല്ലാം പ്രതിസന്ധികളിൽ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് ജീവിക്കുവാൻ, ഈ ലോകത്തെ രക്ഷയ്ക്കായി എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുവാൻ ഈ മക്കളെ അങ്ങ് സജ്ജമാക്കണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും യേശുനാമത്തിൻ്റെ അഭിഷേകവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവരും കാണണം, പരമാവധി സ്റ്റാറ്റസ് ആക്കണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ.